ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ 2ാം മൊഡ്യൂളിൽ അരികുവൽക്കരണവും അതിജീവനവും എന്ന പാഠഭാഗത്ത് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം എന്ന ധനുജകുമാരിയുടെ ആത്മകഥാപരമായിട്ടുള്ള എഴുത്തിൻ്റെ ഒരു ഭാഗം. ധനുജകുമാരി എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ വാർഡിൽ ചെങ്കൽച്ചൂള കോളനിയിൽ തമ്പിയുടെയും സാറാമ്മയുടെയും മകളായി 1975 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം 9ാം ക്ലാസ് വരെയാണ് അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളൂ. തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കോളനിയിൽ അതിജീവിക്കേണ്ടി വന്ന ജീവിതാവസ്ഥകളെ ആത്മകഥാപരമായ ആഖ്യാനങ്ങളുമായി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഈ പാഠ്യഭാഗത്ത്. ആത്മകഥാപരമായ ആഖ്യാനങ്ങളുമായി സ്ത്രീകളും കീഴാള പദവിയിൽ ജീവിക്കുന്നവരുമായ മനുഷ്യരുണ്ടാക്കിയ ഇടപാടുകൾ അത്ര ആയാസരഹിതമായ ഒന്നായിരുന്നില്ല സമകാലിക കേരളത്തിൽ. ആഖ്യാനത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും ഒക്കെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട അടിമത്തത്തെ എതിർക്കാനുള്ള ഒരു ബദൽ ഇടമായി ധനുജകുമാരി ആത്മകഥയെ കാണുന്നു. ധനുജകുമാരിയുടെ ആത്മകഥ ചെങ്കൽച്ചൂള എന്ന ചേരിയുടെയും ചേരി നിവാസികളുടെയും കഥയാണ്. ആത്മകഥ എന്നത് ഒരു സവിശേഷ വ്യക്തിയുടെ മനസ്സിൻ്റെ ആവിഷ്കാരമാണെങ്കിൽ കൂടി ധനുജകുമാരിയുടെ ആത്മകഥ താൻ ജീവിക്കുന്ന ചേരിയുടെ, അവിടുത്തെ മനുഷ്യരുടെ മുഴുവൻ ജീവിതകഥയാണ്. സാമ്പത്തികപരമായ പരാധീനതകളും സാമൂഹ്യപരമായ അരികുവൽക്കരണവുമാണ് ചെങ്കൽച്ചൂളയിലെ മനുഷ്യർ അനുഭവിക്കുന്നത്. പല മതസ്ഥർ, പല ജാതിക്കാർ, പല പണിയെടുക്കുന്നവർ, കഥാകൃത്തുക്കൾ, അടിപിടി കേസുകളെ കുറ്റവാളികൾ, മദ്യപാനികൾ തുടങ്ങി ചെങ്കൽച്ചൂളയിലെ മനുഷ്യർ പലവിധമുണ്ട്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും മാലിന്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് അവർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ. ഈ സംഘർഷങ്ങൾക്കിടയിലും അവർ അതിജീവിക്കാനായി അധ്വാനിക്കുകയും പുതിയ പ്രതീക്ഷകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സ്ഥലപരമായി തന്നെ അവർ അന്യവൽക്കരണത്തെ തലയിൽ പേറുന്നവരാണ് എന്ന് നാം ഈ പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. കോളനിയിലെ മനുഷ്യരാണ് എന്ന കാരണത്താൽ അവർ സാംസ്കാരികപരമായി അവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമോ തൊഴിലോ കലയോ നേടിയെടുക്കുന്നതിൽ നിന്നും അവർ പല സന്ദർഭങ്ങളിലും തഴയപ്പെട്ടു എന്ന് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. ധനുജകുമാരി 9ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. കോളനിയേക്കാൾ മെച്ചപ്പെട്ട ജീവിതം കിട്ടാൻ, അല്ലെങ്കിൽ കോളനിയിലെ ചുറ്റുപാടുകളിൽ വളരാതിരിക്കാൻ ശ്രീ ചിത്രാ ഹോം എന്ന ആശ്രിത കേന്ദ്രത്തിൽ അയക്കപ്പെട്ട കുട്ടികളിൽ ഒരാളാണ് ധനുജകുമാരിയും. അവരുടെ മിശ്രവിവാഹിതരാണ് അവരുടെ മാതാപിതാക്കൾ. ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹവും കുട്ടികളുമായി. കലാകാരനാണെങ്കിലും ഭർത്താവിൻ്റെ മദ്യപാനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം സ്വന്തം ഇച്ഛാശക്തി കൊണ്ടാണ് ധനുജകുമാരി ജീവിക്കുന്നത്. മക്കളെ കലാകാരന്മായി വളർത്തുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിനായി ഏത് പ്രതിസന്ധികളെയും അവർ നേരിടാൻ തയ്യാറാവുന്നുണ്ട്. തങ്ങളുടെ കീഴാള വർഗ സ്വത്വത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യവും അതിൻ്റെ കെട്ടുപാടുകളെ പൊളിക്കാനുമുള്ള ശ്രമമാണ് ഗ്രന്ഥകാരിയിൽ കാണുന്നത്. 2 അധ്യായങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോയ ആത്മകഥാകാരിയായ ധനുജകുമാരിയുടെ മകനെ നേരിടേണ്ടി വരുന്ന ജാതിയുടെയും കോളനിയുടെയും അവഹേളനമാണ് ഈ ഭാഗത്ത് പൂർണ്ണമായും നിലനിൽക്കുന്നത്. അങ്ങനെ അവനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. ഓരോ കുട്ടികളെയും ചൂണ്ടി ജാതി പറയാൻ തുടങ്ങി. ഇവൻ വാര്യർ, ഇവൻ മാരാർ, ഇവൻ പൊതുവാൾ, ഇവൻ കൈവാൾ, ഇവൻ നായർ. അവർക്കിടയിൽ പറയനായ നിനക്ക് പഠിക്കാൻ യോഗ്യതയില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അവൻ്റെ ബാഗ് മോഷ്ടിക്കപ്പെട്ടു. അവൻ ക്ലാസ്സിൽ വരാതിരിക്കാൻ ഹോസ്റ്റലിൽ ഒരിടത്ത് ഇലക്ട്രിക് വയറിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടു. പുറത്തു പറഞ്ഞാൽ നീ ഞങ്ങളുടെ മുറിയിൽ നിന്ന് പണവും വിലപിടിപ്പുമുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നുവെന്ന് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ധനുജകുമാരി ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. മക്കൾ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സന്ദർഭത്തിലും
അർഹതയുണ്ടായിരുന്നിട്ടും കഴിവുണ്ടായിരുന്നിട്ടും ചേരിയുടെ പേരിൽ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. മക്കൾ ഭാവിയിൽ അറിയപ്പെട്ടാലും അവർ തഴയപ്പെട്ട ചേരിയുടെ പേരിൽ തന്നെ അറിയപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിമിനലുകളുടെ മാത്രം ഇടമായ ചെങ്കൽച്ചൂള എന്ന് മുദ്രകുത്തപ്പെടുന്നതിനെ അവർ പ്രതിരോധിക്കാനാണ് കലയിലൂടെ ശ്രമിക്കുന്നത് എന്ന് കൂടി നാം ഈ പാഠഭാഗം വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കണം. അവരനുഭവിക്കുന്ന, മക്കളെ പഠിപ്പിക്കാൻ വിട്ടതിന് ശേഷം അവർ അനുഭവിക്കുന്ന വലിയ വേദനകളെയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് മുൻപിലേക്ക് മക്കളുടെ കലാജീവിതം എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഒരധ്യായത്തിൽ അവർ വളരെ വ്യക്തമായി നമുക്ക് മുൻപിലേക്ക് ബോധ്യപ്പെടുത്തുന്നത്. അത് ഈ കലാമണ്ഡലത്തിലെ അനുഭവത്തെക്കുറിച്ചിട്ടായാലും മക്കൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചിട്ടായാലും ഈ പറയുന്ന തരത്തിലാണ് ധനുജകുമാരി നമുക്ക് മുൻപിലേക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.